കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്തെ നഗരഗതാഗത രംഗത്ത് പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുകയാണ്. റോഡുകളിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക്, ഇന്ധനച്ചെലവ്, വായു മലിനീകരണം എന്നിവയ്ക്ക് ബദലായി ജലപാതകളെ പൊതുഗതാഗതത്തിന്റെ പ്രധാന ഘടകമാക്കാമെന്ന് കൊച്ചി തെളിയിച്ചിരിക്കുകയാണ്. പരിസ്ഥിതിക്ക് വലിയ ആഘാതം സൃഷ്ടിക്കാതെയും യാത്രക്കാർക്ക് വേഗതയേറിയതും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കിയും പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വരും കാലങ്ങളിൽ ഇന്ത്യയിലെ നിരവധി നഗരങ്ങൾക്ക് മാതൃകയാകുമെന്നാണ് വിലയിരുത്തൽ. കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രധാന പ്രത്യേകത നഗരത്തിന്റെ കായലുകളെയും ദ്വീപുകളെയും പ്രധാന ജനവാസ കേന്ദ്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്. റോഡുകളിലൂടെ ദീർഘദൂരം സഞ്ചരിക്കേണ്ട യാത്രക്കാർക്ക് ജലമാർഗം ഉപയോഗിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇതിലൂടെ സാധിക്കുന്നു. ഇതുവഴി റോഡുകളിലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഗതാഗതക്കുരുക്കിന് ആശ്വാസം നൽകാനും കഴിയും. പൊതുഗതാഗത രംഗത്ത് ജലപാതകളെ ഫലപ്രദമായി ഉപയോഗിച്ചുള്ള രാജ്യത്തെ ശ്രദ്ധേയമായ മാതൃകയായാണ് കൊച്ചി വാട്ടർ മെട്രോ മാറിയത്. പ്രവർത്തനം ആരംഭിച്ച് 3 വർഷത്തിലേറെ പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് വാട്ടർ മെട്രോയെ ആശ്രയിക്കുന്നത്. 65 ലക്ഷത്തിലധികം യാത്രക്കാരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ പദ്ധതിക്ക് കഴിഞ്ഞതായാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ. 20ഓളം ബോട്ടുകൾ ഉപയോഗിച്ചാണ് വിവിധ മേഖലകളെ ബന്ധിപ്പിച്ചുള്ള സർവീസ് നടത്തുന്നത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഉയർന്ന പരിഗണന നൽകുന്നതും കൃത്യമായ സമയക്രമം പാലിക്കുന്നതും പദ്ധതിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ മറ്റൊരു പ്രധാന സവിശേഷത. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ബോട്ടുകൾ ഉപയോഗിക്കുന്നതിനാൽ പരമ്പരാഗത ഇന്ധന ബോട്ടുകളെ അപേക്ഷിച്ച് മലിനീകരണം കുറയ്ക്കാൻ സാധിക്കുന്നു. ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിനും ജലപരിസ്ഥിതിക്കുണ്ടാവുന്ന ആഘാതം നിയന്ത്രിക്കുന്നതിനും വൈദ്യുത ബോട്ടുകൾ സഹായകരമാണ്. ബാറ്ററി സാങ്കേതിക വിദ്യയിലെ പുരോഗതിയും ഈ മാതൃകയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. കൊച്ചി വാട്ടർ മെട്രോ വെറും ഒരു ബോട്ട് സർവീസ് മാത്രമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിജിറ്റൽ ടിക്കറ്റിംഗ് സംവിധാനം, മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളുമായുള്ള ബന്ധം, ക്രമീകരിച്ച സമയപട്ടിക, ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ചേർന്ന സമഗ്ര നഗരഗതാഗത ശൃംഖലയാണ് ഇത്. കൊച്ചി മെട്രോയും ബസ് സർവീസുകളും ഉൾപ്പെടെയുള്ള മറ്റ് യാത്രാമാർഗങ്ങളുമായി വാട്ടർ മെട്രോയെ ബന്ധിപ്പിക്കുന്നത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം നൽകുന്നു. അതോടൊപ്പം കായലിലൂടെയുള്ള യാത്ര വിനോദസഞ്ചാരികൾക്കും ആകർഷകമായ അനുഭവമായി മാറിയിട്ടുണ്ട്. കൊച്ചിയുടെ വിജയത്തെ അടിസ്ഥാനമാക്കി രാജ്യത്തെ മറ്റ് ജലപാത നഗരങ്ങളിലും സമാനമായ പദ്ധതികൾ നടപ്പാക്കാനുള്ള സാധ്യത കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. തുറമുഖ, കപ്പൽ ഗതാഗത, ജലപാത മന്ത്രാലയം ദേശീയ ജല മെട്രോ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നുവെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ, സാങ്കേതിക ആവശ്യകതകൾ, പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങൾ, വൈദ്യുത ബോട്ടുകളുടെ ഉപയോഗം, പദ്ധതികൾക്കുള്ള സാമ്പത്തിക സഹായം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏകീകൃത മാനദണ്ഡം രൂപപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. രാജ്യത്തെ ജലഗതാഗത രംഗത്ത് നിലവിലുള്ള വിവിധ നിയന്ത്രണ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക നിയമത്തിന്റെ ആവശ്യകതയും ഉയർന്നിട്ടുണ്ട്. വാട്ടർ മെട്രോ നിയമം കൊണ്ടുവരണമെന്നും പ്രത്യേക നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകൾ, ഉൾനാടൻ ജലപാത അതോറിറ്റി, സമുദ്രകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം സാധ്യമാക്കാൻ ഇത് സഹായിക്കും. രാജ്യത്തെ 18ഓളം കേന്ദ്രങ്ങളിൽ വാട്ടർ മെട്രോ സാധ്യതകൾ പരിശോധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മുംബൈ, ഗോവ തുടങ്ങിയ നഗരങ്ങളിൽ വിശദമായ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. മുംബൈയിൽ മാത്രം 100 കണക്കിന് ബോട്ടുകൾ ആവശ്യമായി വരുമെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്ത്, ഒഡീഷ, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളും ജലഗതാഗത പദ്ധതികളിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വാരണാസി, അയോധ്യ, പട്ന, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലും വൈദ്യുത സംയോജിത വൈദ്യുത ബോട്ടുകളുടെ സാധ്യതകൾ പരിശോധിക്കുന്നു. ഡൽഹി മെട്രോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകിയതുപോലെ കൊച്ചി മെട്രോയ്ക്കും രാജ്യത്തെ മറ്റ് നഗരങ്ങൾക്ക് വാട്ടർ മെട്രോ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ അറിവും സാങ്കേതിക പരിചയവും പങ്കുവയ്ക്കാൻ കഴിയും. പദ്ധതി ആസൂത്രണം, ബോട്ടുകളുടെ പ്രവർത്തനം, ജെട്ടി വികസനം, യാത്രക്കാരുടെ നിയന്ത്രണം, സുരക്ഷ, ടിക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ കൊച്ചിയുടെ അനുഭവം മറ്റു നഗരങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇന്ത്യയുടെ ദീർഘകാല വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായി ജലപാതകളുള്ള 50ഓളം നഗരങ്ങളിൽ വാട്ടർ മെട്രോ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഇത് യാഥാർത്ഥ്യമായാൽ നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണം, പൊതുഗതാഗത വികസനം, പ്രാദേശിക വ്യവസായ വളർച്ച, തൊഴിലവസര സൃഷ്ടി എന്നിവയ്ക്കും വലിയ ഉണർവ് ലഭിക്കും. അങ്ങനെ കൊച്ചി വാട്ടർ മെട്രോ ഒരു കേരള പദ്ധതി എന്ന പരിധി മറികടന്ന് ഇന്ത്യയുടെ ഭാവി നഗരഗതാഗതത്തിന് വഴികാട്ടിയാകുന്ന മറ്റൊരു കേരള മാതൃകയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.